വിജ്ഞാനത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമായ നക്ഷത്രമണ്ഡലത്തിലെ 22ാമത്തെ നക്ഷത്രമായ തിരുവോണം ശ്രാവണമെന്നാണ് അറിയപ്പെടുന്നത്. കേൾക്കാനും ഗ്രഹിക്കാനും പഠിക്കാനും പ്രത്യേക കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. നിങ്ങളുടെ ജീവിതയാത്രയിൽ 2026 ഏപ്രിൽ മാസം ഒരു വലിയ വഴിത്തിരിവാകാൻ പോവുകയാണ്. കാലചക്രം അതിന്റെ വേഗത വർദ്ധിപ്പിക്കുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് വെറും ഒരു മാസം എന്നതിലുപരി കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന തടസ്സങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെയും പുതിയൊരു ഉദയത്തിന്റെയും കാലമാണ്. ഭാരതീയ ജ്യോതിഷപ്രകാരം 2026 ഏപ്രിൽ മാസം സവിശേഷതകൾ നിറഞ്ഞതാണ്. പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു കടന്നു വരുന്ന മാസമാണ് ഏപ്രിൽ. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രന്റെ സ്വാധീനമുള്ള നിങ്ങളുടെ മനസ്സ് ഈ മാസത്തിൽ കടലിലെ തിരമാലകൾ പോലെ ചഞ്ചലമായേക്കാമെങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്നത് ശുഭകരമായ വലിയൊരു മാറ്റമാണ്. ആകാശത്തിലെ ഗ്രഹഗതികൾ നമുക്ക് നൽകുന്ന സൂചനകൾ പ്രകാരം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കൃത്യമായ ബലം ലഭിച്ചു തുടങ്ങുന്ന ഒരു സുവർണ കാലഘട്ടത്തിന്റെ പ്രവേശന കവാടത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് 2026 ഏപ്രിൽ നിങ്ങൾക്ക് ഇത്രത്തോളം പ്രധാനമാകുന്നത്? കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി പല തിരുവോണം നക്ഷത്രക്കാരും മാനസികമായും സാമ്പത്തികമായും വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ പലപ്പോഴും തിരിച്ചടികൾ നൽകിയിട്ടുണ്ടാകാം. എന്നാൽ ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ ചിന്താഗതിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കാനും വൈകാരികമായ തീരുമാനങ്ങൾ മാറ്റിവെച്ച് യുക്തിപരമായ നീക്കങ്ങൾ നടത്താനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. വിഷുബലം പരിശോധിക്കുമ്പോൾ മലയാളികളുടെ പുണ്യദിനമായ വിഷുക്കണി കാണുന്ന വേളയിൽ നിങ്ങളുടെ മനസ്സർപ്പിക്കേണ്ടത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഭാഗ്യത്തിലേക്കാണ്. 2026 ഏപ്രിലിലെ സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത നിഴലുകളെ അകറ്റാൻ പ്രാപ്തിയുള്ളതാണ്. ജോലിയിലായാലും കുടുംബത്തിലായാലും ഒരു പുതിയ ഊർജം നിങ്ങൾ അനുഭവിക്കും. നിശ്ചലമായി കിടന്ന പല കാര്യങ്ങളും ചലിച്ചു തുടങ്ങും. ഒരു വിത്ത് പാകി അത് മുളയ്ക്കാൻ കാത്തിരിക്കുന്ന കർഷകന്റെ ക്ഷമയോടെ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ മാസത്തിൽ പൂവിടാൻ തുടങ്ങും. ഈ മാസഫല വിശകലനത്തിൽ നാം ഗ്രഹനിലകളെക്കുറിച്ച് സങ്കീർണമായ ചർച്ചകൾ നടത്തുന്നില്ല. മറിച്ച് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ നിത്യജീവിതത്തെ ഈ മാസത്തിലെ മാറ്റങ്ങൾ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് ആഴത്തിൽ പരിശോധിക്കുന്നു. നിങ്ങളുടെ കരിയറിലെ ഉയർച്ച താഴ്ചകൾ, സാമ്പത്തിക ഭദ്രത, ദാമ്പത്യ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും, ആരോഗ്യരംഗത്ത് പുലർത്തേണ്ട ജാഗ്രത എന്നിവയെല്ലാം ഈ വിശകലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ കാലയളവിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ലളിതമായ പരിഹാരങ്ങളും വരാനിരിക്കുന്ന വിഷുക്കാലം എങ്ങനെ ഐശ്വര്യപൂർണ്ണമാക്കാം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഇവിടെ നൽകുന്നു. തിരുവോണം നക്ഷത്രക്കാരുടെ സ്വഭാവം അനുസരിച്ച് അവർ അല്പം ആത്മീയ ചിന്തയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമാണ്. നിങ്ങളുടെ ഈ സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് ഈ മാസത്തിൽ നിങ്ങൾക്ക് തുണയാകാൻ പോകുന്നത്. തടസ്സങ്ങളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാമെന്നും ശത്രുക്കളുടെ നീക്കങ്ങളെ എങ്ങനെ നിഷ്പ്രഭമാക്കാമെന്നും ഈ ബലവിവരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ജ്യോതിഷം എന്നത് ഒരു വഴിവിളക്കാണ്. അത് കാണിച്ചു തരുന്ന വെളിച്ചത്തിലൂടെ ജാഗ്രതയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറിയാൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് മാറ്റങ്ങളെ ഭയപ്പെടാതെ പ്രത്യാശയോടെ ഈ ഏപ്രിൽ മാസത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യത്തിന്റെ പൊൻകണി വിരിയുന്ന ആ ശുഭമുഹൂർത്തങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതെല്ലാമാണ്? കരിയറിൽ എപ്പോഴാണ് ഭാഗ്യം കടന്നു വരുന്നത്? കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ എന്തു ചെയ്യണം? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ സമഗ്രമായ പ്രവചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഓരോ മേഖലയും വിശദമായി വിശകലനം ചെയ്യാം. 2026 ഏപ്രിൽ മാസം തൊഴിൽപരമായ കാര്യങ്ങളിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ബലമാണ് നൽകുന്നത്. മാസത്തിന്റെ 2ാം പകുതിയോടെ വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 15-ന് ശേഷം നല്ല അവസരങ്ങൾ വന്നുചേരും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റത്തിനോ ഉള്ള സാധ്യതകൾ കാണുന്നു. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് സഹപ്രവർത്തകരുമായുള്ള അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ലാഭവിഹിതം വർദ്ധിക്കുന്ന മാസമാണ്. പുതിയ പാർട്ണർഷിപ്പുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ 2ാം വാരം കഴിഞ്ഞ് തീരുമാനമെടുക്കുന്നതാണ് ഉചിതം. കയറ്റുമതി ഇറക്കുമതി മേഖലകളിലുള്ളവർക്ക് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. ചൊവ്വയുടെ സ്വാധീനം കാരണം ജോലിയിൽ അമിതമായ ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് കാര്യങ്ങൾ തീർക്കാൻ കഴിയാത്തതിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകാമെങ്കിലും ക്ഷമയോടെ ഇരുന്നാൽ അത് മറികടക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 ഏപ്രിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. പണമിടപാടുകളിൽ കൂടുതൽ അച്ചടക്കം പാലിക്കാൻ ഈ കാലയളവ് നിങ്ങളെ പ്രേരിപ്പിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരാൻ സാധ്യതയുണ്ട്. കുടുംബ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും അതിലൂടെ ധനലാഭം ഉണ്ടാവുകയും ചെയ്യും.
പഴയ കടങ്ങൾ തിരികെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. വീട് നവീകരണത്തിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ആയി പണം ചെലവാക്കേണ്ടി വരും. വിഷു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കുമായി സാമാന്യം നല്ലൊരു തുക ചെലവാകും. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം ഐശ്വര്യം കൊണ്ടുവരും. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. പങ്കാളിയോടൊപ്പം ഒരു യാത്ര പോകാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അനുയോജ്യമായ സമയമാണ്. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒത്തുചേരാൻ വിഷുക്കാലം അവസരമൊരുക്കും. വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനായി ചെറിയ പൂജകളോ പ്രാർത്ഥനകളോ നടത്താൻ കുടുംബം ഒത്തുചേരും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ജാഗ്രത വേണ്ട മാസമാണിത്. എല്ലുകൾക്കും സന്ധികൾക്കും വേദനയോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വാദസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യത്തിൽ ക്രമീകരണം വരുത്തുക. വേനൽക്കാലമായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അകാരണമായ ആശങ്കകൾ അലട്ടിയേക്കാം. എന്നാൽ മാസത്തിന്റെ പകുതിയോടെ മനസ്സിൽ പുതിയ ആശയങ്ങളും പ്രത്യാശയും നിറയും. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ ചിന്താശീലരായതിനാൽ അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത അരുത്. ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്നത് നിയന്ത്രിക്കുക. അടുത്ത സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ഉള്ള ബന്ധം വഷളാകാതെ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകളിലോ കരാറുകളിലോ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ആരെയും അന്ധമായി വിശ്വസിച്ച് വലിയ തുകകൾ ജാമ്യം നിൽക്കരുത്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ തടയാൻ ചിലർ ശ്രമിച്ചേക്കാം. അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ എളിമയോടെ കാര്യങ്ങൾ നീക്കുക. 2026 വിഷു തിരുവോണം നക്ഷത്രക്കാർക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുന്നതാണ്. കൊല്ലവർഷം 1201 ഈ വിഷുബലം വരും മാസങ്ങളിലേക്കുള്ള ഐശ്വര്യത്തിന്റെ സൂചനയാണ്. വിഷുക്കണി കാണുന്നതും കൈനീട്ടം വാങ്ങുന്നതും ഈ വർഷം നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ദൈവാനുഗ്രഹം കൂടെയുണ്ടാകും. കൃഷിയിലോ ഭൂമി സംബന്ധമായ ഇടപാടുകളിലോ താല്പര്യമുള്ളവർക്ക് ഈ വർഷം മികച്ച വിളവും ലാഭവും ലഭിക്കും. പുതിയ ഭൂമി വാങ്ങാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. തിരുവോണം നക്ഷത്രത്തിന്റെ അധിപൻ മഹാവിഷ്ണുവാണ്. അതിനാൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപായസം നിവേദിക്കുക. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ എള്ളുവിളക്ക് കത്തിക്കുക. നീരാജനം വഴിപാട് നടത്തുന്നത് ഗുണകരമാണ്. പാവപ്പെട്ടവർക്കോ അനാഥാലയങ്ങൾക്കോ അന്നദാനം നടത്തുക. ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രമോ വസ്തുക്കളോ ദാനം ചെയ്യുന്നത് ബുദ്ധിക്കും വിദ്യയ്ക്കും ഗുണം ചെയ്യും. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. തിരുവോണം നക്ഷത്രക്കാർ പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളവും ഭക്ഷണവും നൽകുന്നത് കർമ്മദോഷങ്ങൾ തീരാൻ സഹായിക്കും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. മാസത്തിന്റെ അവസാന വാരത്തിൽ ദീർഘദൂര യാത്രകൾ സംഭവിക്കാം. ഇത് മനസ്സിന് സന്തോഷം നൽകും. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കും. നിങ്ങളുടെ വാക്കിന് സമൂഹത്തിൽ വിലയുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാനും സമയം കണ്ടെത്തും. 2026 ഏപ്രിൽ മാസം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ മാസമാണ്. ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാമെങ്കിലും അതിനെയെല്ലാം ആത്മവിശ്വാസത്തോടും ഈശ്വര ചിന്തയോടെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ അനുകൂല മാറ്റങ്ങൾ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ കാലയളവ് ഉപയോഗപ്പെടുത്തുക. ഈ ബലങ്ങൾ പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികളും ഗ്രഹസ്ഥിതികളും അനുസരിച്ച് ബലങ്ങളിൽ മാറ്റങ്ങൾ വരാം. കൂടുതൽ കൃത്യതയ്ക്കായി ഒരു ജ്യോതിഷിയെ കണ്ട് ജാതകം പരിശോധിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. ഈ ഏപ്രിൽ മാസവും വിഷുവും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു.